അപ്പൊ എന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു തുറക്കാവട്ടെ. ഇന്ന് നൈറ്റ് ഔട്ട് കഴിഞ്ഞിട്ട് നേരെ രാവിലെ 8:30 വീട്ടിൽ ചെന്ന് കേട്ടോ. വീട്ടിൽ ചെന്ന പാടെ ഒരു കുളിയും പാസ്സാക്കിയിട്ട് നേരെ അടുക്കള ചെന്നു. ഒരു ഉടുപ്പില്ലാതെ മമ്മി ഉണ്ടാക്കിയ 2 ചൂട് ദോശയും ഒപ്പം ഇന്നലെ ബംഗാളി ചേട്ടൻ ജീവൻ കലർന്ന കോഴിക്കറിയും പിന്നെ ഏലക്ക ഇല്ലാത്തതുകൊണ്ട് മാത്രം അതിടാതുണ്ടാക്കിയ ഒരു ചായയും കൂടി അകത്താക്കിയിട്ട് നേരെ കൈപ്പിടുക്ക് വിട്ടു. വന്നെത്തിയത് നമ്മുടെ RK ഗ്ലാസ് ഹൗസിലാണ്. ഈ യാത്ര സ്ഥിരമായതുകൊണ്ടേ അകത്തളത്തിൽ നിന്നൊരു അശരീരി ഞാൻ കേട്ടു കേട്ടോ. അനുവണ്ണന്റെ സ്റ്റാഫ് എത്തിയിട്ടുണ്ട്, ആ ഗ്ലാസ് അങ്ങ് എടുത്ത് കൊടുത്തേക്കാൻ. സ്റ്റാഫ് മാത്രമല്ല, ഞാൻ അദ്ദേഹത്തിന്റെ പെണ്ണുമ്പിളയും കൂടെ പറയണമെന്നുണ്ടെങ്കിലും ഞാനത് പറയണമെന്നില്ല. കാരണം മടി എന്താണെന്നറിയത്തില്ല, ഈ ഇടയ്ക്ക് ഇച്ചിരി കൂടുതലാണ്. എന്തായാലും ഇന്നലെ സ്വന്തം കുടുംബത്തിലെ ഒരു കല്യാണത്തിന് വന്ന അതേ ഓഡിറ്റോറിയത്തിലെ ഇന്നും ഒരു ഡെക്കറേഷൻ. പോയി വെട്ടി വിരിക്കണ്ടെങ്കിൽ പോയാലോ എന്ന് ചിന്തിച്ചു. പക്ഷെ ഇന്നലെ വന്നതിന് പോലും കല്യാണക്കുറി കാണിച്ചില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഇനി അത് വേണ്ടാന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ ഈ കടയിൽ ഗ്ലാസ് എടുക്കാൻ വരുന്ന ഏക ലേഡീസ് സ്റ്റാഫ് അല്ലേ എന്നാൽ ഒരു സർബത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ചെന്നപ്പോഴേ ഒരു കവറിനകത്ത് വട്ടത്തിലെ നീളത്തിൽ എന്തൊക്കെയോ തന്നു. വെറുതെ തെറ്റിദ്ധരിച്ച് അത് മൊത്തം ഫിറ്റിംഗ് സാധനങ്ങളും പിന്നെ ഒരു ബില്ലും. അത് കണ്ടപ്പോഴേ മൊത്തത്തിൽ കറങ്ങി കേട്ടോ. എന്തായാലും കറങ്ങിയതല്ലേ, ചുറ്റും ഒന്ന് നോക്കാന്ന് വിചാരിച്ച നോക്കിയപ്പോഴേ അത്യാവശ്യം എല്ലാ ഫാബ്രിക്കേഷൻ ഐറ്റവും ഇവിടെ ഉണ്ട്. ഒപ്പം ഗ്ലാസും പ്ലൈവുഡും പിന്നെ പെയിന്റും. ഈ പെയിന്റ് ആയിരിക്കും അതല്ലേ, പായലേ വിട പൂപ്പലേ വിട എന്നേക്കും വിട. അത് പറഞ്ഞപ്പോഴോർത്തെ ഒരു വടയെങ്കിലും കഴിച്ചിട്ടങ്ങ് പോയാലോ എന്ന്. അങ്ങനെ നേരെ വണ്ടി കൊണ്ട് നിർത്തിയത് നമ്മുടെ വയനാടൻ കടയിൽ ചെന്നപ്പോഴേ നമ്മുടെ മലയാളത്തിന് വടക്ക് ഇച്ചിരി തുള കൂടിയാൽ നമ്മൾ സഹിക്കും. പക്ഷെ ഇവിടുത്തെ വട മൊത്തം ചെറിയ വട. പിന്നെ അവര് തന്നെ പേരിട്ട കുറെ ഐറ്റവും. എന്തായാലും ഏതാണ്ടൊക്കെ ചൂണ്ടിക്കാണിച്ച് ഞാനങ്ങ് വാങ്ങിച്ച് നേരെ കടയിലെത്തി. ഐറ്റം എല്ലാം ഇവിടെ ഇറക്കി. അപ്പോളേ എല്ലാം പറഞ്ഞ പോലെ നിങ്ങൾക്കറിയാവുന്ന പോലെ ആ കവറി കിട്ടിയ സാധനങ്ങളാ ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പറഞ്ഞു തരും മറക്കണ്ട. വീഡിയോസിലെ തെറ്റ്, കുറ്റങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, വിമർശനങ്ങൾ ഇതെല്ലാം കാണിച്ചു തന്ന് പറഞ്ഞു തന്ന് എല്ലാവരും എന്റെ കട്ടയ്ക്ക് എന്റെ കൂടെ നിന്നേക്കണേ. താങ്ക് യു.